ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ഒരു മലയാളം മൂവിയാണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസാണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. ഒരു അമേരിക്കൻ അമാനുഷിക ഹൊറർ സീരീസാണ് ഇറ്റ് വെൽക്കം ടു ഡെറി. എപ്പിസോഡ് 4 നവംബർ 16 മുതൽ HBO Maxലൂടെ റിലീസ് ചെയ്യും. ഇത് ഒരു മലയാളം മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ച ഒരു കോമഡി മൂവിയാണ് ദി പെറ്റ് ഡിറ്റക്റ്റീവ്. നല്ല രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്ന സിനിമയുടെ OTT റൈറ്റ്സ് C5 ആണ് നേടിയിരിക്കുന്നത്. നവംബർ 28 റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ബാന്ദ്ര. ഉദയകൃഷ്ണൻ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപ്, തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാന്ദ്ര. 2023 റിലീസായ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. നവംബർ മാസം ലാസ്റ്റിലോ അല്ലെങ്കിൽ ഡിസംബർ മാസം ഫസ്റ്റ് വീക്കിലോ റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് മൃദുഭാവേ ദൃഢകൃത്യേ. സൂരജ് സൺ, ദിനേശ് പണിക്കർ, സുരേഷ് കൃഷ്ണ, അനിൽ ആൻഡോ, സീമാജി നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാജോൺ കാരിയൽ സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മൃദുഭാവേ ദൃഢകൃത്യേ. 2024 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. നവംബർ 16 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു മലയാളം മൂവിയാണ് DS ഇറേ. പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് DS ഇറേ. ജിയോ ഹോട്ട്സ്റ്റാർ ഇതിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയെന്നും അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് കേറാം. ജെയിൻസ് നാനി രചനയും സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് കേറാം. ആഹ OTT പ്ലാറ്റ്ഫോം വഴി നവംബർ 15 ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അതൊരു ഇംഗ്ലീഷ് മൂവിയാണ് പ്രിമിറ്റീവ് വാർ. ഒരു ഓസ്ട്രേലിയൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് പ്രിമിറ്റീവ് വാർ. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ നവംബർ 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലഭ്യമാകും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തമ്മ. ആദിത്യ സർത്താർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഹൊറർ മൂവിയാണ് തമ്മ. മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാം ചിത്രമാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ റെന്റ് ഓപ്ഷനിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27 സെക്കൻഡ് വോളിയം ഡിസംബർ 26 ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1 OTTയിൽ റിലീസ് ചെയ്യുന്നത്. അടുത്തതൊരു മറാത്തി മൂവിയാണ് ദശാവതാർ. സുബോധ് ഖാനോൽക്കർ സംവിധാനം ചെയ്തൊരു അഡ്വഞ്ചർ സസ്പെൻസൽ ത്രില്ലർ മൂവിയാണ് ദശാവതാർ. C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഹിന്ദി വെബ് സീരീസാണ് സിദ്ധി ഇഷ്ക്. ഒരു റൊമാൻറ്റിക് ത്രില്ലർ റിവെഞ്ച് ഡ്രാമ വെബ് സീരീസാണ് സിദ്ധി ഇഷ്ക്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നവംബർ 21 മുതൽ ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട്. രാഹുൽ രവീന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച് രശ്മിക മന്ദാന, ദീക്ഷിത് ഷെട്ടി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു റൊമാൻസ് ഡ്രാമ മൂവിയാണ് ദ ഗേൾ ഫ്രണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 11 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റൂമർ പ്രകാരം നവംബർ മാസമായിരിക്കും ഇതിന്റെ OTT റിലീസ്. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും ഒഹഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. സൈനാപ്ലയുടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഒരു മലയാളം മൂവിയാണ് സംഘർഷഘടന. വിഷ്ണു അഗസ്ത്യ, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷാന്ത് RK സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ മൂവിയാണ് സംഘർഷഘടന. സൺനെക്സ്റ്റിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു വെബ് സീരീസാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്.
ഷാജു ശ്രീധർ, ജയൻ ചേർത്തല, ശ്രീജിത്ത് രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു SS സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി വെബ് സീരീസാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ZEE5 ഈ വെബ് സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാള മൂവിയാണ് അവിഹിതം. മറിമായം എന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയനായ ഉണ്ണിരാജ ചെറുവത്തൂരും രഞ്ജിത്ത് കങ്കോലയും കേന്ദ്ര കഥാപാത്രമാക്കി സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ചിത്രമാണ് അവിഹിതം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസാണ് കപ്ലിംഗ്. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.